നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ 5ാം ടെസ്റ്റിൻ്റെ 2ാം ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ 15 വിക്കറ്റുകൾ വീണ ദിവസമാണ്. നിങ്ങൾ എങ്ങനെ ഈ ദിവസത്തെ കളിയെ വിലയിരുത്തുന്നു? ആർക്കാണ് മുൻതൂക്കം? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ഏതായാലും കളിയുടെ കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് സുനിൽ ഗവാസ്കർ ചോദിച്ചൊരു ചോദ്യം വളരെ അർത്ഥവത്താണ് എന്ന് തോന്നുന്നു, പ്രസക്തമാണ് എന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു, ഫോർമർ ഇംഗ്ലീഷ് ആൻഡ് ഓസ്ട്രേലിയൻ ക്രിക്കറ്റേഴ്സ് എല്ലാ സമയത്തും ഇന്ത്യൻ പിച്ചുകളുടെയും ഇന്ത്യൻ കണ്ടീഷൻസിനെയും കുറിച്ച് സംസാരിക്കാറുണ്ടല്ലോ. ഞങ്ങളങ്ങനെ കരയുന്നവരല്ല. വി ആർ നോട്ട് മോണേഴ്സ്. ഞങ്ങളങ്ങനെ പരാതി പറയുന്നവരല്ല. നോക്കുക, ഞങ്ങളൊരിക്കലും ഈ 15 വിക്കറ്റുകൾ ഇവിടെ വീണതിൻ്റെ പേരിൽ പരാതി ഉണ്ടാക്കാൻ പോകുന്നില്ല. പക്ഷേ ഇന്ത്യയിലാണ് ഈ 15 വിക്കറ്റുകൾ വീണിരുന്നതെങ്കിൽ, ഒരു ദിവസം 15 വിക്കറ്റുകൾ വീണിരുന്നതെങ്കിൽ എന്തായിരുന്നതിന് ഇവിടുത്തെ കോലാഹലം? ദെയർ വുഡ് ബി ഹെൽ എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ചോദിക്കാൻ. ഇപ്പോൾ ആർക്കും പിച്ച് കട്ടപ്പാടമാണ് അല്ലേ? എന്തൊക്കെയാണ് മൈക്കിൾ വോണൊക്കെ ഇടാറുള്ള ട്രോളെന്ന് നോക്കുക. അതൊന്നും ഇപ്പോൾ പറയാനില്ല. എന്താണ് സിഡ്നിയിലെ പിച്ചിൻ്റെ സ്ഥിതി? ക്രാക്കല്ലേ? അതിൽ തട്ടി ബോൾ ഡിഫ്ലക്റ്റ് ചെയ്യുന്നതും അതിൽ തട്ടി ബോൾ അപ്രതീക്ഷിതമായി ഉയർന്നു പോകുന്നതൊക്കെ നിങ്ങൾ കാണുന്നില്ലേ? ഇപ്പോൾ ഒരു എക്സ്പേർട്ടിനും, അതായത് ഈ പറഞ്ഞ എക്സ്പേർട്സിനെ, ഫോർമർ ഇംഗ്ലീഷ് ആൻഡ് ഓസ്ട്രേലിയൻ ക്രിക്കറ്റേഴ്സിന് ഒന്നും തോന്നുന്നില്ല. ആ ചോദ്യമാണ് ആദ്യമേ മുന്നോട്ട് വെക്കാനുള്ളത്. എന്തായാലും ഇന്നത്തെ കളിയുടെ കാര്യത്തിലേക്ക് വരാം. വല്ലാത്തൊരു ത്രില്ലിംഗ് ദിവസമായിരുന്നു. ഇന്ത്യയുടെ ഇന്നിങ്സ് 185 ഇന്നലെ തന്നെ അവസാനിച്ചിട്ട് ഓസ്ട്രേലിയ 1 വിക്കറ്റ് നഷ്ടത്തിൽ നിൽക്കുകയായിരുന്നല്ലോ. ഇന്നലെ ഒരു 9 റൺസിന് 1 വിക്കറ്റ്, ഉസ്മാൻ ഖ്വാജയുടെ വിക്കറ്റ്, അങ്ങനെ നിന്നതാണ്. അപ്പോൾ ഇന്ന് ഓസ്ട്രേലിയ 181 ഓൾ ഔട്ടായി. അതും നായകൻ ജസ്പ്രീത് ബുംറ ആദ്യ സെഷന് ശേഷം 2ാം സെഷൻ്റെ തുടക്കത്തിൽ മാത്രം പന്തെറിഞ്ഞ് പിൻവാങ്ങിയതിന് ശേഷമാണ് ഇന്ത്യ ഓൾ ഔട്ടാക്കി വിടുന്നത് ഓസ്ട്രേലിയയെ എന്ന കാര്യം ഓർക്കുക. 4 റൺസിൻ്റെ ലീഡ് ഇന്ത്യ പിടിച്ചു. പിന്നെ സെക്കൻഡ് ഇന്നിങ്സ് ഷൂട്ടൗട്ടിലേക്ക് അങ്ങനെ കളി കൊണ്ടുപോയി. അപ്പം ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യയുടെ 2ാം ഇന്നിങ്സ് ഇപ്പോൾ 141-6 എന്ന രൂപത്തിലാണ് നിൽക്കുന്നത്. ജഡേജയും വാഷിങ്ടൺ സുന്ദറും ഇന്ത്യയുടെ അവസാനത്തെ റെക്കഗ്നൈസ്ഡ് ബാറ്റിംഗ് പെയറാണ് ക്രീസിലുള്ളത്. ഇന്ത്യ ലീഡ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ടോട്ടൽ 145 റൺസിൻ്റെ ലീഡ്. ഇതാണ് കളിയുടെ അവസ്ഥ. SCG ടെസ്റ്റ് ഇൻ ബാലൻസ് എന്നാണ് ESPN ക്രിക്കിൻഫോയുടെ എക്സ്പേർട്ട് ഇതിനെക്കുറിച്ച് വിലയിരുത്തിയത്. അവരുടെ ഈ മാച്ച് റിപ്പോർട്ടിൽ ബോൾ ആൻഡ് ഫോർ പന്ത് 5 വർക്ക്സ് കീപ്പ് SCG ടെസ്റ്റ് ഇൻ ബാലൻസ് എന്നാണ്. കട്ട ബാലൻസ്ഡ് ആണ് ടെസ്റ്റ് എന്ന് അവർ വിലയിരുത്തുന്നു. നമ്മുടെ വിലയിരുത്തൽ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ പറഞ്ഞു. അതുതന്നെയാണ് നമ്മളും പറയുന്നത്. ടെസ്റ്റ് ഇപ്പോൾ ബാലൻസ്ഡ് ആണ്. ആർക്കാണ് അഡ്വാൻറ്റേജ് എന്നുള്ളത് നാളത്തെ രാവിലത്തെ സെഷനാണ് തീരുമാനിക്കപ്പെടുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ബൂംറയ്ക്ക് നാളെ പന്തെറിയാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഓസ്ട്രേലിയക്ക് തന്നെയാണ് അവിടെ മുൻതൂക്കം വരിക. ബൂംറ നാളെ പന്തെറിയുമോ എന്നുള്ളൊരു ചോദ്യമാണ്. ബൂംറയുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് സഹിൽ മൽഹോത്ര, ടൈംസ് ഓഫ് ഇന്ത്യയുടെ ജേർണലിസ്റ്റ് നൽകിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ജസ്പ്രീത് ബുംറ ഷുഡ് ബി ഓക്കെ ടു ബാറ്റ്. നാളെ ബാറ്റ് ചെയ്യാൻ വേണ്ടി എന്തായാലും ജസ്പ്രീത് ബുംറ ഉണ്ടാവും. ബട്ട് a final call on his bowling will be taken on the basis of how he feels on Sunday morning എന്നാണ്. സോ അദ്ദേഹം ബൗൾ ചെയ്യുമോ ഇല്ലയോ എന്നുള്ള അവസാന തീരുമാനം എടുക്കുന്നത് നാളത്തെ രാവിലെ അദ്ദേഹത്തിന് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നതനുസരിച്ചായിരിക്കും. ജസ്പ്രീത് ബുംറയ്ക്ക് പുറം വേദനയാണ്, ബാക്ക് സ്പാസമാണ് എന്ന് ഇന്ന് പ്രസിദ്ധ് കൃഷ്ണ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ബാറ്റ് ചെയ്യാൻ എന്തായാലും ഇറങ്ങും. ബൗൾ ചെയ്യുമോ എന്നുള്ളത് കണ്ടറിയണം. അദ്ദേഹം ബൗൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ബാലൻസ്ഡ് ആണ് എന്നുള്ള കാര്യം മാറ്റിവെക്കേണ്ടി വരും. ഓസ്ട്രേലിയക്ക് മുൻതൂക്കമാണ് എന്ന് അത് തിരുത്തി വായിക്കാൻ അപേക്ഷ ആ ഘട്ടത്തിൽ. ഏതായാലും ഇന്നത്തെ ദിവസത്തെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം, ജസ്പ്രീത് ബുംറ അദ്ദേഹത്തിന് പരിക്കെന്ന് പറഞ്ഞാൽ ഈ പുറം വേദന പുറത്തു പോയതിന് ശേഷം ഇന്ത്യയുടെ നായകസ്ഥാനം ഏറ്റെടുക്കേണ്ടി വന്നത് വിരാട് കോഹ്ലിക്കാണ്. രോഹിത് ശർമ്മ പുറത്തിരിക്കുകയാണല്ലോ. അദ്ദേഹം അത് മികച്ച രൂപത്തിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഓസ്ട്രേലിയൻ ബൗളിങ്ങിൽ ബോളണ്ടിൻ്റെ മികച്ച പ്രകടനവും ഇന്ത്യൻ ബാറ്റിങ്ങിൽ ഋഷഭ് പന്തിൻ്റെ കിടിലൻ അർദ്ധ സെഞ്ചുറിയും, ഇതാണ് ഇന്നത്തെ ഹൈലൈറ്റ്സ്. നോക്കുക, ഒരു ജോ ഡ്രോപ്പിംഗ് 29 ബോൾ ഹാഫ് സെഞ്ചുറിയാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നത്. ഇന്ത്യയുടെ സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് ടെസ്റ്റ് 50 ആണ്.
ഫാസ്റ്റസ്റ്റ് ടെസ്റ്റ് 50യും നമ്മുടെ ഋഷഭ് പന്തിൻ്റെ പേരിലാണ്. 2022 അദ്ദേഹം ശ്രീലങ്കയ്ക്കെതിരെ 28 പന്തിൽ നിന്ന് അർദ്ധ സെഞ്ചുറി നേടിയിരുന്നെങ്കിൽ ഇവിടെ 29 പന്തിൽ നിന്നാണ് അർദ്ധ സെഞ്ചുറി നേടിയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാവിലെ ഓസ്ട്രേലിയയെ പുറത്താക്കുക എന്നുള്ളൊരു വലിയ ടാസ്ക്കാണ്. അത് വെച്ചുകൊണ്ടാണ് കളി ആരംഭിക്കുന്നത്. അങ്ങനെ ആരംഭിക്കുമ്പോൾ മാർണസ് ലബുഷൈനെ 2 റൺസിന് പുറത്താക്കിക്കൊണ്ട് കളി തുടങ്ങിയ ജസ്പ്രീത് ബുംറ കോൺഷ്യസുമായിട്ടുള്ള ഇന്നലത്തെ ഒരു റസൽ, ഇന്നത്തെ ആ ഒരു സ്റ്റെയറിങ് അങ്ങനെ മുന്നോട്ട് പോയി. ആ വിക്കറ്റോടുകൂടി ഓസ്ട്രേലിയയിൽ പോയിട്ടൊരു ടൂറിൽ ഏറ്റവും അധികം വിക്കറ്റ് എടുക്കുന്ന ഇന്ത്യൻ താരമെന്ന റെക്കോർഡ് ബിഷൻ സിംഗ് ബേദിയിൽ നിന്ന് അദ്ദേഹം സ്വന്തമാക്കുകയും ചെയ്തു. പക്ഷേ 19-കാരൻ കോൺസ്റ്റേഴ്സ് മറുപടി കൊടുക്കാൻ വേണ്ടി നല്ല രൂപത്തിൽ തന്നെ ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ വക ഒരു 4 വരുന്നു. ബുംറ സ്ലിപ്പ് കോഡൻ ഒന്നുകൂടി ശക്തിപ്പെടുത്തുന്നു. അതേസമയം കോൺസ്റ്റേഴ്സ് വീണ്ടും ഒരു റിവേഴ്സ് റാമ്പിലൂടെ ഒരു അഡാഷ്യസ് ഷോട്ട് പുറത്തെടുക്കുന്നു. ബുംറ മറ്റൊരു ഫീൽഡറെ ഡീപ്പ് തേർഡിൽ വിന്യസിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു തുടക്കം, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തുടക്കം. പക്ഷേ അടുത്ത ഓവറിൽ മുഹമ്മദ് സിറാജ് കോൺസ്റ്റേഴ്സിനെ മടക്കി വിട്ടു. 57 പന്തുകൾ നേരിട്ട് 23 റൺസാണ് കോൺസ്റ്റേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ട്രാവിസ് ഹെഡിന് സെക്കൻഡ് സ്ലിപ്പിൽ 4 റൺസാണ് ട്രാവിസ് ഹെഡ് എടുത്തത്. സോ ബുംറയും ഓസി പേസ് ബൗളർമാരും ഹിറ്റ് ദി ഡെക്ക് ഹാർഡ് എന്ന രൂപത്തിലാണ് പന്തെറിഞ്ഞതെങ്കിൽ സ്വിങ്ങിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളൊരു ബൗളിംഗ് ആണ് മുഹമ്മദ് സിറാജ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുവേണ്ടി അദ്ദേഹം മാക്സിമം സ്വിങ് ലഭിക്കുന്നതിന് വേണ്ടി ഫുള്ളർ ലെങ്ത്തിൽ ബൗൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതും നമ്മൾ കണ്ടിരുന്നു. എന്നാൽ പിന്നീട് സ്മിത്തും ഡെബ്യൂട്ടൻ വെബ്സ്റ്ററും ചേർന്നുകൊണ്ട് ഓസ്ട്രേലിയൻ ടീമിനെ സ്റ്റഡിയാക്കാനുള്ള ശ്രമം നോക്കുക. 39-4 എന്ന രൂപത്തിലേക്ക് ഓസ്ട്രേലിയ ആ ഘട്ടത്തിൽ വീണുപോയിരുന്നു. അവിടെ നിന്ന് അവരെ ശരിയാക്കാൻ വേണ്ടി സ്മിത്തും വെബ്സ്റ്ററും ചേർന്നുകൊണ്ട് 5th വിക്കറ്റിലൊരു ശ്രമം നടത്തി 57 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പാണ് എടുക്കുന്നത്. എന്നാൽ ലഞ്ചിന് തൊട്ട് മുമ്പ് സ്മിത്തിനെ പറഞ്ഞു വിട്ടു പ്രസിദ്ധ് കൃഷ്ണ. സ്മിത്ത് 10,000 റൺസ് തൊട്ടരികിലായിരുന്നു, 5 റൺസ് കൂടി വേണം. ആ ഘട്ടത്തിലാണ് അദ്ദേഹത്തെ പറഞ്ഞു വിടുന്നത്. അത് ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഒരു എഡ്ജ് കൊടുത്തു. എന്നാൽ ആഫ്റ്റർനൂണിലെ പ്രശ്നങ്ങൾ ഇന്ത്യക്കുണ്ടായത് നമ്മുടെ ജസ്പ്രീത് ബുംറയ്ക്ക് പരിക്കേറ്റ് പിൻവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. അദ്ദേഹം പിന്നീട് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ദൃശ്യമൊക്കെ കണ്ടു. ഇന്ത്യൻ ആരാധകർ ഇങ്ങനെ വലിയ ആകാംക്ഷയിലൊപ്പം നിരാശയിൽ, കാരണം ബുംറയെ നമുക്കേറെ ആവശ്യമുള്ള ഘട്ടമായിരുന്നല്ലോ അത്. എന്നാൽ അവിടെ നിന്ന് അങ്ങോട്ട് വിരാട് കോഹ്ലി നായകസ്ഥാനം ഏറ്റെടുക്കുന്നു. തൻ്റെ ബൗളർമാരെ, ഇപ്പം ബുംറ ഒഴികെയുള്ള ബൗളർമാരെ വെച്ചിട്ട് വേണം കാര്യം പൂർത്തീകരിക്കാൻ. അദ്ദേഹം നല്ല രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തു. അലക്സ് ക്യാരിയെ പറഞ്ഞു വിടുന്നു. നിതീഷ് റെഡ്ഡി കൂടുതൽ വിക്കറ്റുകൾ എടുത്തുകൊണ്ട് പ്രതികരിക്കുന്നു. കമിൻസിനെയും മിച്ചൽ സ്റ്റാർക്കിനെയും പറഞ്ഞു വിടുന്നു. ഓസ്ട്രേലിയയുടെ അവസാനത്തെ 4 വിക്കറ്റുകൾ അവർക്ക് നഷ്ടമാകുന്നത് ജസ്റ്റ് 19 റൺസിനാണ്. 181 റൺസിന് ഓസ്ട്രേലിയ ഓൾ ഔട്ട് ആകുന്നു എന്ന് പറഞ്ഞാൽ 4 റൺസിൻ്റെ ലീഡ് ടീം ഇന്ത്യ എടുക്കുന്നു. ബൂംറ കൂടി ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ലീഡ് ഒരു 25-30 റൺസ് ആക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത്ഭുതപ്പെടേണ്ടതില്ല. ആ പിച്ചിൻ്റെ സ്വഭാവം അതാണ്. ബൂംറയ്ക്ക് നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നൊരു പിച്ചാണ്. അപ്പോൾ സെക്കൻഡ് ഇന്നിങ്സ് ഷൂട്ടൗട്ടിലേക്ക് കളി നീങ്ങുകയാണല്ലോ. അപ്പോൾ ഇന്ത്യയുടെ ഇൻറ്റൻഷൻ കൃത്യമായിരുന്നു, നന്നായി സ്കോർ ചെയ്യുക. ആദ്യ ഇന്നിങ്സിൽ ബ്ലോക്കത്തോൺ കളിച്ച് ഇന്നിങ്സ് പുരോഗതി വരാതെ നിന്നതിനെക്കുറിച്ച് വിമർശനങ്ങൾ വന്നതുകൊണ്ടായിരിക്കണം ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റിലാണ് ഇന്ത്യൻ ടീം എത്തിയത്. യശസ്വി ജയ്സ്വാൾ സ്റ്റാർക്കിനെതിരെ 4 4 അടിച്ചുകൊണ്ടൊരു സൂപ്പർബ് സ്റ്റാർട്ടാണ് ടീം ഇന്ത്യക്ക് നൽകുന്നത്. അതേസമയം KL രാഹുലും ഒരു അറ്റാക്കിംഗ് ഇൻറ്റൻഷൻ കാണിക്കുകയുണ്ടായി. പക്ഷേ അദ്ദേഹത്തിനെ ബോളുണ്ട് പറഞ്ഞു വിട്ടുകൊണ്ട് ഇന്ത്യയുടെ ഒരു റാപ്പിഡ് സ്റ്റാർട്ടിൻ്റെ 42 റൺസിൻ്റെ ആദ്യ വിക്കറ്റ് കൂട്ടുകെട്ട് പൊളിക്കുകയാണ് ചെയ്തത്. രാഹുൽ ഒരു ഇൻഡക്കർ സ്വന്തം സ്റ്റമ്പിലേക്ക് ചോപ്പ് ചെയ്യുന്നൊരവസ്ഥയുണ്ടായി. തൊട്ടു പിന്നാലെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിട്ട് ജയ്സ്വാൾ പുറത്താവുകയും ചെയ്തു. അവിടെ നമ്മളൊന്ന് ബുദ്ധിമുട്ടിയതാണ്, കഴിഞ്ഞില്ല. വിരാട് കോഹ്ലി ഒരിക്കൽ കൂടി ഫെമിലിയർ ഫാഷനിൽ അദ്ദേഹം പുറത്തു പോകുന്നു എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ഓഫ് ബോൾ അദ്ദേഹം നിക്ക് ചെയ്യുന്നു, സ്ലിപ്പിൽ ക്യാച്ച് ആവുന്നു. ഇതിപ്പോൾ എത്ര തവണയാണ് ബോളുണ്ട് തന്നെ എത്ര തവണയാണ് വിക്കറ്റ് എടുക്കുന്നത്. സോ ഇത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയാണ് ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ കോഹ്ലിയുടെ ഈ ഒരു ബാറ്റിംഗ് ഫോം എന്ന് പറയുന്നത്. കോഹ്ലി തന്നെ നിരാശനാണെന്നേ. അദ്ദേഹം തന്നെ ചെയ്യുന്നു, സ്വന്തം ആ ഒരു നിരാശ പ്രകടിപ്പിക്കുന്ന ജസ്റ്റർ എടുക്കുന്നു. അങ്ങനെയാണ് അദ്ദേഹം മടങ്ങിപ്പോയത്. ഏതായാലും പിന്നാലെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം
മുന്നോട്ട് പോവുക എന്നുള്ളതിന് പന്തിൻ്റെ വെടിക്കെട്ടാണ് പിന്നീട് നമ്മൾ ആശ്രയിക്കുന്നത്. ആദ്യ ഇന്നിങ്സിൽ 98 പന്തിൽ നിന്ന് 40 റൺസ് എടുത്ത ടീം ഇന്ത്യ ആഞ്ഞടിക്കുന്ന കാഴ്ച. അപ്പം ഗില്ലിൻ്റെ ഒരു വിക്കറ്റ് കൂടി അവിടെ പോകുന്നുണ്ട്. ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് നിരാശ ഉണ്ടാക്കിയ കാര്യമാണ്. ഗില്ല് നോക്കുക, വെബ്സ്റ്ററുടെ പന്തിൽ അടിക്കാൻ വേണ്ടി ശ്രമിച്ചു, ഇൻസൈഡ് എഡ്ജ് കൊണ്ടു, അത് വിക്കറ്റ് കീപ്പർക്ക് ക്യാച്ച് ആവുന്ന ഒരു അവസ്ഥ. അത് വലിയ നിരാശ ഉണ്ടാക്കിയതാണ്. കാരണം ഗില്ല് അവിടെ നിന്നിരുന്നെങ്കിൽ നമുക്കത് വലിയ രൂപത്തിൽ ഗുണകരമായി മാറിയേനെ. ഏതായാലും പന്ത് ആദ്യ ഇന്നിങ്സിലെ നന്നായിട്ട് ദേഹത്തൊക്കെ കൊണ്ട് കളിച്ച പന്ത് രണ്ടാം ഇന്നിങ്സിൽ തൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്ന് തുടക്കത്തിലേ കാണിച്ചു. കോഹ്ലിയെ പുറത്താക്കി നിൽക്കുന്ന ബോളണ്ടിൻ്റെ ആദ്യ പന്ത് തന്നെ എടുത്ത് സിക്സറിലേക്ക് അടിച്ചു. പിന്നെ അദ്ദേഹം ഒരു റിവേഴ്സ് സ്വീപ്പ് കിടന്ന് അടിക്കുന്ന ആ രീതി ഉണ്ടല്ലോ, അതിലേക്കൊക്കെ പോയെങ്കിൽ അത് ഫെയിലായി. പക്ഷേ പിന്നീട് അദ്ദേഹം ലോഞ്ച് ചെയ്യുന്ന ഷോട്ടുകൾ ഓരോന്നും കിടലോൽക്കിടലനായിരുന്നു. ഈവൻ മിച്ചൽ സ്റ്റാർക്കിനെ സിക്സർ അടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അർദ്ധ സെഞ്ചുറി. വെബ്സ്റ്റർക്ക് കൊടുക്കേണ്ടത് കൊടുത്തു, പിന്നെ മിച്ചൽ സ്റ്റാർക്കിനെ സിക്സർ അടിച്ച അർദ്ധ സെഞ്ചുറി, വീണ്ടും സിക്സർ അടി, 29 പന്തുകളിൽ അർദ്ധ സെഞ്ചുറി. സോ അദ്ദേഹം ഈ തരത്തിൽ ബാറ്റ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി ഒരു T20 ലൈനിലേക്ക് തങ്ങളുടെ ബൗളിംഗ് മാറ്റേണ്ടി വന്നു, ലൈനിൽ ലെങ്ത്തും ആ രൂപത്തിലേക്ക് മാറ്റേണ്ടി വന്നു. ഓസ്ട്രേലിയക്ക് എന്നുള്ള കാര്യം കൂടി നോക്കണം. അവരുടെ ഫീൽഡ് സ്പ്രെഡ് ചെയ്യേണ്ടി വന്നു. കളി കഴിഞ്ഞിട്ട് വെബ്സ്റ്റർ അത് പറഞ്ഞല്ലോ, കളിയുടെ മൊമെൻറ്റം തന്നെ മാറ്റി കളഞ്ഞു. വല്ലാത്തൊരു മാർവലസ് പ്രകടനമാണ് ഋഷഭ് പന്തിൽ നിന്ന് വന്നത് എന്ന്. പക്ഷേ ഒടുവിൽ ഓഫ് സ്റ്റമ്പിന് വെളിയിലെറിഞ്ഞ് പന്തിൻ്റെ ഹിറ്റിംഗ് ആർക്കിന് വെളിയിലേക്ക് എറിഞ്ഞ പാറ്റ് കമ്മിൻസിൻ്റെ പന്തിലാണ് എഡ്ജ് ചെയ്ത് അദ്ദേഹം പുറത്താകുന്നത്. അത് നിരാശ ഉണ്ടാക്കിയ കാര്യമാണ്. പാറ്റ് കമ്മിൻസ് പോലും ആ ഒരു പന്തിൽ വിക്കറ്റ് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയാണ് പന്ത് മടങ്ങിയത്. പന്തിൻ്റെ ആ വിക്കറ്റും പിന്നാലെ നിതീഷ് കുമാർ റെഡ്ഡിയുടെ പുറത്താവലും. നിതീഷ് കുമാറിന് ആ ഷോട്ട് ഒന്നുകൂടി ലോഫ്റ്റ് ചെയ്ത് ആഞ്ഞടിച്ചിരുന്നെങ്കിൽ ബൗണ്ടറിയിലേക്ക് പോവേണ്ടതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാൽക്കുലേഷൻ തെറ്റാൻ കാരണം ഒരു പക്ഷേ ബോൾ അദ്ദേഹം പ്രതീക്ഷിച്ചതിനേക്കാൾ ക്വിക്കറായിട്ട് സ്കിഡ് ചെയ്തതായിരിക്കണം. ഏതായാലും ആ ഷോട്ട് പിഴച്ചു, അദ്ദേഹം പുറത്തായി. അവിടെയാണ് ഈ കളി ഇപ്പം ബാലൻസ്ഡ് ആയി പോയത്. അല്ലെങ്കിൽ ഇന്ത്യക്ക് തീർച്ചയായിട്ടും ആ 2 ലേറ്റ് വിക്കറ്റുകൾ വീണില്ലായിരുന്നെങ്കിൽ, പന്തും നിതീഷ് കുമാർ റെഡ്ഡിയും പുറത്തായില്ലായിരുന്നെങ്കിൽ നമ്മൾ കണ്ണുമടച്ചു പറയും ഇന്ത്യക്ക് അഡ്വാൻറ്റേജ് എന്ന്. പക്ഷേ ഇപ്പോൾ അതല്ല സ്ഥിതിവിശേഷം. നോക്കുക, ഇപ്പം എന്തായാലും ക്രീസിലുള്ളത് നമ്മുടെ വാഷിങ്ടൺ സുന്ദറും രവീന്ദ്ര ജഡേജയുമാണ്. രണ്ടുപേരും ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനുള്ള ശ്രമം. 17 പന്തുകൾ നേരിട്ട് 6 റൺസുമായിട്ട് വാഷിങ്ടൺ സുന്ദറും 39 പന്തിൽ നിന്ന് 8 റൺസുമായിട്ട് രവീന്ദ്ര ജഡേജയും നിൽക്കുകയാണ്. നാളെ തീർച്ചയായിട്ടും ഈ കൂട്ടുകെട്ടിൽ മാത്രമാണ് നമ്മുടെ പ്രതീക്ഷ. അതിനിടക്ക് അവസാന ഓവറിന് തൊട്ട് മുമ്പത്തെ ഓവറിൽ രവീന്ദ്ര ജഡേജയുടെ ക്യാച്ച് വിട്ടുകളഞ്ഞു സ്റ്റീവ് സ്മിത്ത്. അത് ഉസ്മാൻ ഖോജയ്ക്ക് സിംപ്ലി ഫസ്റ്റ് സ്ലിപ്പിൽ കിട്ടേണ്ട ക്യാച്ചാണ്. അത് സ്മിത്ത് ഓവറായിട്ട് ഡൈവ് ചെയ്തു തട്ടി കളഞ്ഞു. അത് നമുക്ക് ഭാഗ്യമായിട്ട് മാറി. താങ്ക് യു സ്മിത്ത് എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ ഈ വിക്കറ്റ് കൂട്ടിയിട്ട് പൊളിഞ്ഞിരുന്നെങ്കിൽ ഇനി വരാനുള്ളത് ബൗളർമാർ മാത്രമാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ലാസ്റ്റ് റെക്കഗ്നൈസ്ഡ് ബാറ്റിംഗ് പെയർ ക്രീസിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കുള്ള ചെറിയൊരു ആശ്വാസം എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും നാളെ ഇവർക്ക് 2 പേർക്കും വലിയ ജോബുണ്ട്. അതായത് വിക്കറ്റ് വീഴാതെ മുന്നോട്ട് പോകും. ഇപ്പോൾ 32 ഓവറാണ് ടോട്ടൽ എറിഞ്ഞു കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുക്കാബുറ ബോൾ തീർച്ചയായിട്ടും ഒരു പുതിയ ബോളല്ല നാളെ രാവിലെ എറിയുമ്പോൾ എന്നുള്ളതൊരു ആശ്വാസകരമാണ്. കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള സീമ ഓൾമോസ്റ്റ് ഡിസപ്പിയർ ആയിട്ടുള്ള ഒരു ബോൾ വരുമ്പോൾ കുറച്ചുകൂടി ഈസിയറായിട്ട് കളിക്കാൻ കഴിയേണ്ടതാണ്. പക്ഷേ പിച്ചിൻ്റെ കണ്ടീഷൻ ബാറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ദുഷ്കരമാക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ 145 റൺസിൻ്റെ ലീഡാണല്ലോ നമുക്കുള്ളത്. അതൊരു 200-ലേക്കോ 250-ലേക്കോ അതൊക്കെ ഇത്തിരി ഓവറല്ലേ അങ്ങനെ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം. എന്നാലും ഒരു 200-ലേക്കൊക്കെ എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും 4-ാം ഇന്നിങ്സിൽ ഓസ്ട്രേലിയക്ക് ഇവിടെ ബാറ്റ് ചെയ്യുക എന്നുള്ളത് ഒട്ടും എളുപ്പമല്ല. കാര്യങ്ങൾ ബുദ്ധിമുട്ടായിട്ട് മാറും. അതുകൊണ്ട് തന്നെയാണ് കളി ബാലൻസ്ഡ് ആണ് എന്ന് നമ്മൾ പറയുന്നതും. എന്തായാലും നോക്കുക, ഇന്ത്യയുടെ സ്കോർ കാർഡ് പെട്ടെന്നൊന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്ന യശസ്വി ജയ്സ്വാൾ 22 റൺസുമായിട്ട് മടങ്ങിയപ്പോൾ KL രാഹുൽ 13 റൺസ്, ശുഭൻ ഗിൽ 13 റൺസ്, വിരാട് കോഹ്ലി 6 റൺസ്. പന്തിൻ്റെ വെടിക്കെട്ട് പ്രകടനം 33 പന്തിൽ നിന്ന് 6 4-ഉം 4 6-ഉം അടക്കം 61. 8 റൺസുമായിട്ട് ജഡേജ പുറത്താൻ നിൽക്കുന്നു. റെഡ്ഡി 4 റൺസുമായിട്ട് മടങ്ങി. വാഷിങ്ടൺ സുന്ദർ 6 റൺസുമായിട്ട് ക്രീസിൽ നിൽക്കുന്നു. ഇനി വരാനുള്ളവർ ബുംറയും സിറാജും പ്രസിദ്ധ കൃഷ്ണയുമാണ്. സ്കോർ ബോർഡിൽ റണ്ണുണ്ടാക്കുക, എന്നിട്ട് ഓസീസിനെ സമ്മർദ്ദത്തിലാക്കുക. ഈ പിച്ചിൻ്റെ സ്വഭാവം വെച്ച് കളി പിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്തായാലും ഇത്രയും പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ പറയേണ്ടതുള്ളത് ബോളണ്ടിൻ്റെ പ്രകടനമാണ്. ആദ്യ ഇന്നിങ്സിലെ പോലെ തന്നെ മികച്ച പ്രകടനം അദ്ദേഹം തുടരുകയുണ്ടായി. 4 വിക്കറ്റുകളാണ് അദ്ദേഹം പിഴുതെടുത്തത്. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഇവിടെ തീതുപ്പിയത്. പന്ത് കൊടുങ്കാറ്റായപ്പോൾ അദ്ദേഹം തീതുപ്പുന്ന കാഴ്ച, അല്ലെങ്കിൽ നേരെ തിരിച്ച് പറയാം, പന്ത് തീക്കാറ്റായി വീശിയപ്പോൾ
ആ തീ കെടുത്തുന്ന രൂപത്തിൽ പെരുമഴയായിട്ടങ്ങ് വർഷിച്ചു ബോളണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും 4 വിക്കറ്റ് ബോളണ്ടിനും ഓരോ വിക്കറ്റ് വെബ്സ്റ്റർക്കും പാറ്റ് കമിൻസിനും ലഭിച്ചു. ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം ബൂംറ നാളെ കളിച്ചില്ലെങ്കിൽ കളി അവർക്ക് അനുകൂലമാകും, അല്ലെങ്കിൽ ഒട്ടും എളുപ്പമായിരിക്കില്ല. നാളെ തന്നെ റിസൾട്ട് വരാൻ തന്നെയാണ് എല്ലാ സാധ്യതയും. ഏതായാലും കാത്തിരിക്കാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി. വീഡിയോ സാധിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഇടുവെത്താം.